നമസ്കാരം. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ആ ബില്ലിൽ ചില ഭേദഗതികൾ കൊണ്ടുവരാൻ പോകുന്നു. അതായത് നമ്മുടെ പാർലമെൻറ്റിലും നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നതിന് തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഭരണഘടനയുടെ 131 ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റിൽ അത് സംബന്ധിച്ച ആ ഭേദഗതി ബില്ല് കൊണ്ടുവരും. അതുമാത്രമല്ല, ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡല പുനർനിർണയം വേണം. അതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയോഗിക്കുന്ന ആളോ ഈ സമിതിയിൽ ഉണ്ടാകും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഇതിൽ അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമിതി രൂപീകരിക്കപ്പെട്ട് ആ സമിതിയുടെ കീഴിലായിരിക്കും മണ്ഡല പുനർനിർണയം നടക്കുക. ഈ സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചേ മതിയാവുകയുള്ളൂ. അതായത് നിലവിൽ 543 മണ്ഡലങ്ങളാണ് നമുക്ക് പാർലമെൻറ്റിൽ ഉള്ളത്. അത് ഏതാണ്ട് 850 മണ്ഡലങ്ങളായി വർദ്ധിക്കും. 816ഓളം മണ്ഡലങ്ങൾ സംസ്ഥാനങ്ങളിലും 35 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിട്ടാണ് ഈ മണ്ഡല പുനർനിർണയം നടക്കാൻ പോകുന്നത് എന്ന് സൂചനയുണ്ട്. ഈ കൃത്യമായ സംഖ്യ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നിയമ വിദഗ്ധർ പറയുന്നു. ഈ 131 ഭരണഘടനാ ഭേദഗതി ബില്ലിനൊപ്പം ഈ മണ്ഡല പുനർനിർണയ ബില്ലും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. 2011 സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയാണ് മണ്ഡല പുനർനിർണയം നടക്കുക. 2029 ശേഷം അല്ലെങ്കിൽ ഈ 2029 അടുത്ത സെൻസസ് 2011 നടന്നതിന് ശേഷം 2021 നടക്കേണ്ടതായിരുന്നു. കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ നിമിത്തം നമുക്കത് നടത്താനായില്ല. മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് എടുക്കാനുള്ള അനുമതിയും കേന്ദ്ര സർക്കാർ നൽകി. പക്ഷേ ഇതൊന്നും കാര്യക്ഷമമായി നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈ ജനസംഖ്യ കൃത്യമായിട്ട് അറിയുന്നതിന് സെൻസസ് ഈ 2029 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ കഴിയില്ല. ഈ നിയമം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ളതാണ്. അതായത് വനിതാ സംവരണ ബിൽ നടപ്പാക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഭാഗമായിട്ട് മണ്ഡല പുനർനിർണയം നടത്താനും ഉദ്ദേശിക്കുന്നു. അങ്ങനെ മണ്ഡല പുനർനിർണയം നടത്തി കഴിയുമ്പോൾ ഏതാണ്ട് 273 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യപ്പെടും എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ഒരു വനിതാ സംവരണ ബില്ല് നടപ്പാക്കി ലോകത്തിന് മുഴുവനും മാതൃകയാകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും BJPയും ലക്ഷ്യമിടുന്നത്. ബില്ലിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് സോണിയയും മറ്റു പലരും, അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റു പല ഘടകകക്ഷികളും രംഗത്ത് വന്നിട്ടുണ്ട്. അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി, അതുപോലെ രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, ലാലുവും മകൻ തേജസ്വിയും ഒക്കെ അന്നും ഇന്നും എന്നും ഈ ബില്ല് ആദ്യം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ മുതൽ ഇന്നുവരെ ഈ ബില്ലിനെ എതിർത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് മറിച്ചൊരു തീരുമാനം ഉണ്ടാകും എന്ന് കരുതാനാകില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അദ്ദേഹം സന്ദേശമായി നൽകിയിരിക്കുകയാണ് ഈ ബില്ലിനെ പരമാവധി പിന്തുണയ്ക്കണം എന്ന്. ഇപ്പോൾ പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാൻ പോവുകയാണ്. അത് 18 വരെ ഈ സമ്മേളനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അവിടെ എല്ലാ അംഗങ്ങളും കൃത്യമായും പങ്കെടുക്കണം എന്ന് BJPയും കോൺഗ്രസും വിപ്പ് നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അതായത് ഫുൾ സ്ട്രെങ്തോടുകൂടി ഈ ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പറയുമ്പോൾ 2/3 ഭൂരിപക്ഷം വേണം. അങ്ങനെ കൃത്യമായി 2/3 ഭൂരിപക്ഷത്തോടുകൂടി ഈ ബില്ല് പാസ്സാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ഹാജരാകാൻ BJP വിപ്പ് കൊടുത്തത്. സമാനമാണ് കോൺഗ്രസും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ലിനെ അവർ എതിർക്കുന്നു. അവർ കൊണ്ടുവന്ന ബില്ലാണെങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതികളോട് അവർക്ക് യോജിപ്പില്ല. എന്തുകൊണ്ടാണ് അവർ യോജിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കോൺഗ്രസും കൃത്യമായി വിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് സഭയിൽ ഇതിനെ എതിർക്കാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു ബില്ല് നടപ്പാക്കാൻ, ഭേദഗതികളോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതേ കോൺഗ്രസ് തന്നെ അതിനെ എതിർക്കുന്ന വിചിത്രമായ കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നതിന് 2 മുഖ്യ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വനിതാ സംവരണ ബിൽ നടപ്പാക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് ഭയപ്പെടുന്നത് മണ്ഡല പുനർനിർണയത്തെ സംബന്ധിച്ചാണ്. മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പരാതി ഈ ദക്ഷിണേന്ത്യയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും, ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും എന്നാണ്. നോക്കൂ, ഇത് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് വ്യവച്ഛേദിച്ചുകൊണ്ട് അങ്ങനെ വിഭജിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ രാജ്യത്തെ ഡെമോഗ്രഫി, ജനസംഖ്യ അനുസരിച്ചാണ് മണ്ഡല പുനർനിർണയം നടക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ ദക്ഷിണേന്ത്യയിൽ എണ്ണം കുറയുമെങ്കിൽ മലപ്പുറം ജില്ലയിൽ സീറ്റുകളുടെ എണ്ണം കൂടില്ലേ? ഈ ചോദ്യത്തിന് നിങ്ങൾ എന്തുത്തരം പറയും? അവിടെ കോൺഗ്രസിന് മൗനമാണ് മറുപടി. കോൺഗ്രസ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അത് ഒരു മലപ്പുറം ജില്ലയെ മാത്രമല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അതിനും ഉത്തരം വേണ്ടേ? മറ്റൊന്ന്, ഇപ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ പെടുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളെ നമുക്ക് ഉദാഹരണമാക്കി എടുക്കാം. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം 2ആയിട്ട് വിഭജിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ജനസംഖ്യ അവിടെ വളരെ കൂടുതലാണ്. അത് പൊതുവേ തിരുവനന്തപുരം ജില്ല വിഭജിക്കണം എന്നൊരാവശ്യം വളരെ ശക്തമാണ്. നെയ്യാറ്റിൻകരയ്ക്ക് വേറൊരു ജില്ല, നെയ്യാറ്റിൻകര എന്ന പേരിൽ വേറൊരു ജില്ല വേണം എന്ന ആവശ്യം വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ ആവശ്യത്തിന്. ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, നേമം, കോവളം, അതുപോലെ നെയ്യാറ്റിൻകര, പാറശാല, ഇങ്ങനെ 7 മണ്ഡലങ്ങളുണ്ട്. അതുപോലെ ആറ്റിങ്ങലിലും 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കാട്ടാക്കട, അരുവിക്കര, നെടുമങ്ങാട്, വാമനപുരം, വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്. ഇതിൽ ഈ പറഞ്ഞ നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾക്ക് സമീപം കിടക്കുന്ന ഒരു മണ്ഡലമാണ് ഈ കാട്ടാക്കട. അപ്പോൾ മണ്ഡല പുനർനിർണയം വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുണ്ടെങ്കിൽ അത് 3ആയി മാറും. അതായത് കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, അതുപോലെ നേമം, ഇത് ഇത്രയും ചേർന്നുകൊണ്ട് ഒരു ലോക്സഭാ മണ്ഡലം ഉണ്ടാകും. ഒരു പക്ഷേ നെടുമങ്ങാടിൻ്റെ കുറച്ച് ഭാഗങ്ങളും അരുവിക്കരയുടെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ഇതിൽ ചേർന്നേക്കാം. കാട്ടാക്കടയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർന്നേക്കാം. അങ്ങനെ ഒരു പുതിയ മണ്ഡലം തിരുവനന്തപുരം എന്ന പേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പുറത്ത് കോവളം, നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട, അരുവിക്കരയുടെ കുറേ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് നെയ്യാറ്റിൻകര എന്ന പേരിൽ ഒരു പുതിയ മണ്ഡലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പുറത്ത് ആറ്റിങ്ങൽ മണ്ഡലം പഴയതുപോലെ തന്നെ, അതിൽ പക്ഷേ കാട്ടാക്കടയും അരുവിക്കരയുടെ കുറേ ഭാഗങ്ങളും നെടുമങ്ങാടിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ഒഴിവാക്കപ്പെട്ടേക്കാം. അങ്ങനെ 3 ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുന്നു. ഇവിടെ കോൺഗ്രസ് ഭയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഈ നഗര കേന്ദ്രീകൃത 4 നിയമസഭാ മണ്ഡലങ്ങൾ, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ വട്ടിയൂർക്കാവ്, നേമം, ഇത് 4ഉം കൂടെ ചേർത്താൽ എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ BJPക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളാണിത്. അതേസമയം കോവളം, നെയ്യാറ്റിൻകര, പാറശാല എണ്ണുമ്പോഴാണ് BJP പുറകിലേക്ക് പോകുന്നതും കോൺഗ്രസ്സിന് അവിടെ ഒരു
മേൽക്കൈ ഉണ്ടാകുന്നതും. സത്യത്തിൽ കോൺഗ്രസ് പലപ്പോഴും ജയിക്കുന്നത് ഈ 3 മണ്ഡലങ്ങളിലെ വോട്ട് കൊണ്ടാണ്. അവിടെ ബി ജെ പിക്ക് വോട്ട് കുറയും, കോൺഗ്രസിന് വോട്ട് കൂടും. അതേസമയം ഈ നഗര കേന്ദ്രീകൃത 4 മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് എപ്പോഴും ലീഡ് ചെയ്യുന്നത്. ഈ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ ഒരു ലോക്സഭാ മണ്ഡലമായി മാറിയാൽ നിശ്ചയമായും ബി ജെ പിക്ക് അവിടുന്ന് ഒരു MP ഉണ്ടാകും എന്നതാണ് കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്ന കാര്യം. ഇത് തിരുവനന്തപുരം ജില്ലയെ മാതൃകയാക്കി ഉദാഹരണമാക്കി ഞാൻ നടത്തിയ വിശകലനം ഇതുപോലെ മറ്റോരോ ജില്ലകളിലും നമുക്ക് ഇങ്ങനെ വിശകലനം നടത്തിയാൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ലഭിക്കും. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ബി ജെ പി ജയിച്ചു വരാനുള്ള സാധ്യത കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 29 30 മണ്ഡലങ്ങളായിട്ട് അത് വർദ്ധിക്കാനാണ് സാധ്യത എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയെങ്കിൽ അതിലൊരു 10 സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ഇതാണ് അവരെ അലോസരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വിഷയം. ഇത് രാജ്യം മുഴുവനും ഇങ്ങനെ നമ്മൾ വിശകലനം ചെയ്തു നോക്കിയാൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നു. അതാണ് അവരെ മണ്ഡല പുനർനിർണയം എന്ന കഴിഞ്ഞ 50 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഈ പ്രക്രിയയെ എതിർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ മണ്ഡല പുനർനിർണയം ഇപ്പോൾ ആവശ്യമില്ല എന്ന ഒരു നിബന്ധന അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധം കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഭരണഘടനാപരമായിട്ട് നമ്മൾ 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി മണ്ഡല പുനർനിർണയം നടത്തി ഇനി 50 കൊല്ലത്തേക്ക് വേണ്ട എന്ന നിയമവും പാസാക്കി പാർലമെൻറ്റിൽ മുന്നോട്ട് പോയതാണ്. അതിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഇനി മണ്ഡല പുനർനിർണയം സംഭവിച്ചേ തീരൂ, അത് നടത്തിയേ തീരൂ. അപ്പോൾ കോൺഗ്രസ്സിന് മറ്റൊന്നും പറഞ്ഞ് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. അവിടെയാണ് ഈ ബി ജെ പി വളരെ കൃത്യമായി വനിതാ സംവരണ ബില്ലുമായി മുന്നോട്ട് വന്നത്. അതിൻ്റെ ലക്ഷ്യം മണ്ഡല പുനർനിർണയം തന്നെയാണ്. അതായത് ബി ജെ പി വളരെ കൃത്യമായി ഒരു കുടുക്കുണ്ടാക്കി വെച്ചു, ഒരു കെണി ഒരുക്കി വെച്ചു. കോൺഗ്രസ് അതിനകത്ത് പെട്ടിരിക്കുന്നു. ഇതാണ് സത്യം. അങ്ങനെയെങ്കിൽ പിന്നെ ഈ മണ്ഡല പുനർനിർണയത്തെയും അതിന് മുന്നോടിയായി വരുന്ന വനിതാ സംവരണത്തെയും എതിർക്കാതെ കോൺഗ്രസ് എന്തു ചെയ്യും? ഇങ്ങനെ ത്രിശങ്കു സ്വർഗത്തിലായിരിക്കുകയാണ് നമ്മുടെ സോണിയയും മകൻ രാഹുലും ഒക്കെ. കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിൻ്റെ അപകടം നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ബില്ല് പാർലമെൻറ്റിൽ വന്നോട്ടെ. സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതി മണ്ഡല പുനർനിർണയത്തിന് വേണ്ടി അങ്ങനെ ഒരു സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ആ ഭേദഗതി, ഭരണഘടനാ ഭേദഗതി ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.